വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. നമ്മൾ HTML-ഉം CSS-ഉം ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡായിരിക്കും ഫ്ലെക്സ് എന്നുള്ളത് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഫ്ലെക്സ് യൂസ് ചെയ്യേണ്ടത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്? ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ഒരു ബോക്സ്, നമ്മൾ ഫ്ലെക്സ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ബോക്സ് വേണം അല്ലെ? അപ്പൊ ഞാനിവിടെ ഒരു 2-3 ബോക്സ് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതിനൊരു സ്റ്റൈൽ ഷീറ്റ്, ബോക്സ് സ്റ്റൈൽ .css എന്ന് പറഞ്ഞ സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റൈൽ ഷീറ്റിൽ ജസ്റ്റ് കുറച്ച് എലമെന്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഐറ്റംസ് വരുന്നത്? ഇനി ഇതിൽ നമുക്ക് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ ബോക്സ് സ്റ്റൈലിന്റെ സ്റ്റൈൽ എടുക്കുന്നു. ദെൻ ഇവിടെ നമുക്ക് കണ്ടെയ്നറിന്റെ ഉള്ളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുള്ളത് നോക്കാം. കണ്ടെയ്നറിൽ ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഇത്രയും ഐറ്റം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റംസ് ആണ് വരിക. ഇനി ഫ്ലെക്സ് റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതില് ഫ്ലെക്സ് റാപ്പ്, അപ്പൊ നമുക്ക് റാപ്പ് ചെയ്തിട്ട് വരും, ഐറ്റംസ് റാപ്പ് ചെയ്തിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിലും കണ്ടന്റ് അലൈൻ കണ്ടന്റ്, നമുക്ക് അലൈൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അത് എന്ത് ചെയ്യും? താഴെ പോവും. ഇതേപോലെ തന്നെ നമുക്ക് ഫ്ലെക്സ് സെന്ററും സ്പേസ് ബിറ്റ്വീൻ ഒക്കെ കൊടുക്കാം. സ്പേസ് ബിറ്റ്വീൻ, അതുപോലെ തന്നെ ഫ്ലെക്സ് സ്റ്റാർട്ടിങ്. അതുപോലെ നമുക്ക് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ഇടാം. ഈ രീതിയിൽ നമുക്ക് ബോക്സുകൾ തമ്മിൽ ഗ്യാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഐറ്റത്തിൽ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം. ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലെക്സ് ഗ്രോ ഞാനൊരു 1 കൊടുത്തു, 1 ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഷ്രിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലെക്സ് ഷ്രിങ്കിൽ നമ്മളിപ്പോ ഒരു 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്തും അത് ആ ഒരു ഐറ്റം 5 എന്നുള്ള രീതിയിൽ ഷ്രിങ്ക് ആവും. ഇനി നമുക്കൊരു അതുപോലെ തന്നെ നമുക്കൊരു 3 വരെ അങ്ങനെ രീതിയിൽ കൊടുക്കും. നമ്മളിത് വീഡിയോ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്തും അത് ചെയ്യും, അത്രത്തോളം ഷ്രിങ്ക് ആവും. ദെൻ നമുക്ക് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലെക്സ് ബേസിസിൽ ഞാനൊരു 3px ആക്കുകയാണെങ്കിൽ, അതായത് ആ ഐറ്റത്തിന്റെ വിഡ്ത്ത് ഒന്ന് കൂടി വരും. ഇപ്പൊ ഞാനൊരു 500 കൊടുക്കുകയാണെങ്കിൽ ഐറ്റം ഒന്ന് കൂടി, ആ രീതിയിലാണ് വരിക. നമുക്ക് അതുപോലെ തന്നെ ഈ ഫ്ലെക്സിന്റെ അലൈൻ, ഫ്ലെക്സിന്റെ മാത്രം ഈ ഒരു ഐറ്റത്തിന്റെ മാത്രം അലൈൻ ആണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? അലൈൻ സെൽഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അലൈൻ സെൽഫിൽ ഞാൻ ഇപ്പോൾ ഫ്ലെക്സ് എൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഐറ്റം മാത്രം എനിക്ക് എൻഡിലേക്ക് വരും. അതുപോലെ തന്നെ ആ ഐറ്റത്തിന് എനിക്ക് ഇതുപോലെ ബേസ് ലൈനും ഫ്ലെക്സ് സ്റ്റാർട്ടും ഒക്കെ വെച്ച് കൊടുക്കാം. ബേസ് ലൈൻ വെച്ചാൽ സ്റ്റാർട്ടിങ് എവിടെയാണോ അവിടെ വരെ അത് വരും. ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ 1 2 3 4 5 6 എന്നുള്ളത് കറക്റ്റ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓരോ ഐറ്റത്തിനും ഓരോ ഓർഡർ സ്പെസിഫൈ ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇതിന്റെ ഓർഡർ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ ഐറ്റം 1 എന്നുള്ളത് 3rd പൊസിഷനിൽ -1 0 1 2 3. അതുപോലെ നമുക്ക് ഓർഡർ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഐറ്റം 1ന്റെ ഓർഡർ എന്ന് പറയുന്നത് ഞാൻ 0 ആക്കി കൊടുക്കുകയാണെങ്കിൽ ഐറ്റം 1 0th പൊസിഷനിൽ നിന്നും 2 ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് 2nd പൊസിഷനിൽ വരും, 0 1 2. അതുപോലെ തന്നെ നമുക്ക് -1, ഇതിപ്പം ഐറ്റം 1ന്റെ ആണ്. അതുപോലെ നമുക്ക് ഓർഡർ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഓർഡർ 2nd ഓർഡറിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1st ഓർഡറിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് വരും. ഇനിയിപ്പം ഇതുപോലെ നമുക്ക് ഓർഡറും കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതൊരു ഐറ്റം 3ൻ്റെതായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഓർഡർ എന്ത് കൊടുക്കാം? ഓർഡർ -1 കൊടുക്കാം. -1 കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം 3 എന്ന് പറയുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ വരിക. ഇങ്ങനെ നമുക്ക് ഓർഡറും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഫ്ലെക്സ് വെച്ചിട്ട് നമ്മുടെ ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എവിടെ വരണം, എങ്ങനെ വരണം, ഏത് പൊസിഷനിൽ വരണം എന്നുള്ളതൊക്കെ നമുക്ക് ഫ്ലെക്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ എന്തൊക്കെ റിസൾട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോസ് കാണാനായിട്ട് CC സൈബർ ക്യാമ്പസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.